നമസ്കാരം. ഞാൻ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് സുജിത് ബേബി. നമുക്കറിയാം, ഏതാണ്ട് 50 ദിവസമായിട്ട് നമ്മുടെ കല്ലൂർക്കാട് പഞ്ചായത്തിൽ അതീവ ഗൗരവമായ ഒരു മാലിന്യ നിക്ഷേപത്തെ പറ്റി ഉള്ളൊരു വിഷയം ഭയങ്കര ഗൗരവത്തോടെ പൊങ്ങി വന്നിട്ടുള്ളതാണ്. അത് ഒരുപാട് വിവാദങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഒരു ഭീഷണിയായി വന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ്. വേറെയൊന്നുമല്ല, നമ്മുടെ ഈ തേനി മോട്ടോർ ഹൈവേ രണ്ടാം വാർഡില്, കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡില് ഹൈവേയോട് ചേർന്ന് തന്നെ ഒരു നിലം ആയിട്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ഒരുപാട് വേസ്റ്റുകൾ, അതായത് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി, അവരുടെ വേസ്റ്റുകളും പിന്നെ പലതരം വേസ്റ്റുകളും പല കമ്പനികളുടെയും വേസ്റ്റുകളും ഇവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ട്. ഡംപ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അത് നിസ്സാരമായ ഒരു വേസ്റ്റ് അല്ല. അത് ടൺ കണക്കിന്, അതായത് ഒരു ടോറസിനോ അല്ലെങ്കിൽ ഒരു 5-8 ടോറസിന് എടുത്താൽ പോലും തീരില്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇട്ടേക്കുന്നത്. കൂടുതലും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇത് ഏതാണ്ട് 50 ദിവസമായി ഇത് നമ്മൾ കണ്ടെത്തിയിട്ട് ഈ വേസ്റ്റ് ഇവിടെ നിക്ഷേപിച്ച് നമ്മൾ കണ്ടെത്തിയത്. അതിന്റെ പുറയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വന്ന സ്ഥലം സന്ദർശിക്കുകയും JHI, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര്, അതുപോലെ പൊതുപ്രവർത്തകർ എല്ലാവരും TDC ചാനൽ ഉൾപ്പെടെ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു എൻക്വയറി, നമ്മൾ ആദ്യം തന്നെ എടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു. ഇതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രേഖാമൂലം സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ നമ്മുടെ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ, കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തായിരുന്നു. അവരുടെ റെസ്പോൺസ്, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിക്കുക, ഞങ്ങൾ അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ JHI എല്ലാവരും കൂടി ഒരിക്കൽ കൂടി പോലീസും എല്ലാം വന്ന് ഒരിക്കൽ കൂടി പരിസരം എല്ലാം പരിശോധിച്ചപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ബില്ല് ലഭിക്കുകയാണ് ആദ്യം കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നോട്ടീസ് കൊടുത്തു. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും റെസ്പോണ്ട് കിട്ടിയില്ല. എന്നിട്ട് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ നമ്മൾ നേരിട്ട് തന്നെ ഈ കമ്പനിയിലേക്ക്, പാലാരിവട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, എറണാകുളം പാലാരിവട്ടത്തേക്ക് നമ്മൾ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ സ്റ്റാഫ് പോയി നേരിട്ട് മെമ്മോ കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിറ്റേ ദിവസം വന്നായിരുന്നു, സ്ഥലം സന്ദർശിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു, അതായത് അവരുടെ സാധനങ്ങൾ ആണ്, അതായത് അവരുടെ ബില്ലുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവരും വന്ന് സ്ഥലം സന്ദർശിച്ചപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു. അവർ സബ് കോൺട്രാക്ട് കൊടുത്തേക്കുമായിരുന്നു വേറൊരു പാർട്ടിക്ക്, അത് വേസ്റ്റ് മാറ്റാൻ വേണ്ടി. കമ്പനി നേരിട്ട് അല്ലെങ്കിൽ പോലും അവർ കമ്പനി വേറെ ടെൻഡർ കൊടുത്തേക്കുമായിരുന്നു. അവരുടെ ഒരു തോന്നിയാവാസമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കമ്പനി സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് നിങ്ങൾ മാറ്റിക്കോ, നമുക്കത് അതിന് വേണ്ടിയുള്ള ചെലവും, അതുകൂടാതെ തന്നെ പെനാൽറ്റി. നമുക്കറിയാം, മാലിന്യവിമുക്ത കേരളത്തിന്റെ ഭാഗമായി നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ, കല്ലൂർക്കാട് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു വിപത്ത് സംഭവിച്ചതിൽ ഏറ്റവും ഖേദകമാണ്. കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പെനാൽറ്റി നമ്മൾ അവരെ ചേർത്തും. അതുപോലെ തന്നെ സ്ഥല ഉടമ ദയനീയമാണ് അത് അറിയിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരതരം വേസ്റ്റുകൾ ഇവിടെ ഇട്ടിട്ട് പോലും സ്ഥല ഉടമ അറിഞ്ഞില്ല എന്ന് പറയണതിൽ അതിൽ എന്തോരം വാസ്തവം ഉണ്ടെന്നുള്ളത് ഒന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പട്ടാപ്പകല് തന്നെയാണ് ചില വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടേക്കുന്നത്. തീർച്ചയായും അത് ഒന്നും കൂടി പുനഃപരിശോധിക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ രേഖാമൂലം അവർ മെമ്മോ സ്ഥല ഉടമയ്ക്കും കൊടുത്തിട്ടുണ്ട്. റെസ്പോണ്ട് ചെയ്തിട്ടില്ല. 8 ദിവസത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യാം മതി. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യണമായിരിക്കും. എന്തായാലും നമ്മൾ മുൻകൈ എടുത്ത് നമ്മുടെ കല്ലൂർക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും മറ്റ് സാമൂഹിക പ്രവർത്തകരും TDC ചാനൽ ഉൾപ്പെടെ ഇതൊരു വിവാദമാക്കിക്കൊണ്ട് നമ്മളിത് വിവാദമാക്കിയായിരുന്നു. ഒത്തിരി രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയം. എൻ്റെ സത്യാവസ്ഥ ആണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. എന്തായാലും അത് നമ്മൾ ഇന്ന്, അതായത് 26 നവംബറിൽ നമുക്ക് മാറ്റാനുള്ളൊരു സാഹചര്യം ഒരുക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് കൈമാറുന്നത് ഗ്രീൻ കേരളയ്ക്കാണ് കൈമാറുന്നത്. കൊല്ലം ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണിത്. അവർക്കാണ് നമ്മളിത് കൈമാറുന്നത്. അവർ ഉച്ച കഴിഞ്ഞ് വന്ന് ഇത് കൊണ്ടുപോകും. പക്ഷെ അത് ഒരു ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഇതിപ്പം പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 3-4 മണിക്കൂറായി, എന്നിട്ട് പോലും നമുക്കത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, ഇതിന്റെ പുറകിൽ ഭരണസമിതിയുണ്ട്, അതുപോലെ പൊതുപ്രവർത്തകരുണ്ട്, ചാനൽക്കാരുണ്ട്, മീഡിയക്കാരുണ്ട്. ഇവരോടെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേകം നന്ദി പറയുന്നു. കാരണം എല്ലാവരും ഒത്തൊരുമയായി നിന്നുകൊണ്ടാണ് നമുക്കിത് ഒരു വിജയമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും തുടർന്നുള്ള വിജയങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.